നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന കർത്താവിൽ ആശിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് നന്ദി. ഇനിയും പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. 2 വിധത്തിൽ പങ്കുചേരാം, അല്ല 3 വിധത്തിൽ പങ്കുചേരാം. ഒന്ന്, ഇങ്ങനെയൊരു ശുശ്രൂഷ നടക്കുന്നുവെന്ന് 10 പേരോട് പറയണം. ഞങ്ങളുടെ നാട്ടിൽ മൂവാറ്റുപുഴക്കാരനായ ഒരു മനുഷ്യൻ ഒത്തിരി നോട്ടീസ് അടിച്ചിട്ട് പൗർവിഷനിലെ പ്രോഗ്രാം കാണണമെന്നും പറഞ്ഞ് വിതരണം ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. അത് ഞങ്ങളാരും അറിയുന്ന പോലുമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം, പരിചയപ്പെടുത്താം. 2ാമത്തെ കാര്യം പ്രാർത്ഥിക്കാം. 3ാമത്തെ കാര്യം മാസത്തിലൊരു ചെറിയ സംഭാവന ഇതിന് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളല്ല ഒത്തിരി ചിലവുണ്ട് പൗർവിഷന്. ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊക്കാത്ത തുകയാണ്. നിങ്ങൾ നേരിട്ട് വന്ന കണക്കുകൾ ചോദിച്ചാൽ കാണിച്ചു തരും, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ ഏതാണ്ട് 100 പേരടങ്ങുന്ന സ്റ്റാഫ് ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ ചിലവിനെക്കുറിച്ച്. അപ്പം 3 വിധത്തിൽ ചെയ്യണം. അതുകൂടാതെ ഇത് ഷെയർ ചെയ്യാമല്ലോ. അങ്ങനെ ഇത് ലോകം മുഴുവൻ എത്തട്ടെ. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവനെങ്കിലും എത്തട്ടെ, മലയാളികളുള്ളിടത്ത് എത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വാക്യം നമുക്ക് നോക്കാം. 18:18 ഓർത്തിരിക്കാവുന്ന. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ കഷ്ടകാലം വരുമ്പം 4 വശത്തൊന്നും വരും, ശരിയല്ലേ? ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എൻ്റെ അനുഭവം ഞാനീ പറയുന്നത്. 4 വശത്തൊന്നും വരിക. ശരീരവും മനസ്സും ഒരുപോലെ തളരുക. പലരുടെ കാര്യം ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, അങ്ങനെ അകപ്പെട്ടു പോകുന്ന മനുഷ്യർ. അതൊരു സീസണാണ്, സീസൺ ഓഫ് ട്രബിൾ. ഇവിടെ നോക്കിയേ, ദൈ ഒപ്പോസ്ഡ് മീ വെൻ ഐ വാസ് ഇൻ ട്രബിൾ. ഞാൻ ഓൾറെഡി ട്രബിൾഡാണ്, ആ സമയത്ത് തന്നെ ഉപദ്രവിക്കുകയും കൂടെ ചെയ്തു. എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്നതിൻ്റെ പുറത്തോട്ട് കല്ലെടുത്തെറിയുക. അങ്ങനെയല്ലേ അങ്ങനെ ഒരു അവസ്ഥയില്ലേ? സ്തോത്രം. ബട്ട് ദ ലോർഡ് ഹെൽപ്ഡ് മീ. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പ്രേക്ഷകരിൽ എത്ര പേര് ഈ അനുഭവത്തിലൂടെ പോകുന്നെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് അവരുടെ ഉള്ളിലേട്ട് ഇറങ്ങിച്ചെല്ലണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, നീ എപ്പോൾ കഷ്ടത്തിലാകുമോ അപ്പോൾ നിൻ്റെ മിത്രങ്ങളും കൂടെ നിന്നെ ഉപേക്ഷിക്കും, നിന്നെ തെറ്റിദ്ധരിക്കും. മാത്രമല്ല, നീ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന ആളുകൾ പറഞ്ഞു വരുത്തും. നിനക്ക് പൈസ തരാനുള്ളവർ തരാതിരിക്കും. നീ കൊടുക്കാനുള്ളവർ മുഴുവൻ നിന്നെ വളയും. ആശുപത്രിയിലാണെങ്കിൽ നമ്മളൊന്ന് ചെന്ന് നോക്കി, ഒരു രോഗവും കൊണ്ട് ചെല്ലുമ്പോഴാണ് അറിയുന്നത് വേറൊരു രോഗം ഉണ്ടെന്ന്. അതിന് മരുന്ന് കഴിക്കുമ്പോഴാണ് അറിയുന്നത് വേറെ 2 കൂടി ഉണ്ടെന്ന്. ഇതൊക്കെ ഞാനൊക്കെ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായി പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനാണ് നമ്മൾ പറയുന്നത് കൂനിന് മുകളിൽ കുരു, അല്ലെങ്കിൽ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. ഇതിനൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതൊന്നും കുഴപ്പമുള്ള വാക്കൊന്നുമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ദാവീദ് പറയുന്നു, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവരെന്നെ ആക്രമിച്ചു. അതെ, അങ്ങനെ ആക്രമിക്കുകയുള്ളൂ. എന്നാണെന്നറിയോ? അന്നേരം നമ്മൾ മാനസികമായി ബലഹീനനാണ്, ശാരീരികമായും ബലഹീനനാണ്. ആ സമയത്ത് ആക്രമിച്ചാൽ നമ്മളെ തവിടുപൊടിയാക്കാം. പക്ഷേ ഒരു വാക്യമുണ്ട്, എങ്കിലും സ്തോത്രം സ്തോത്രം സ്തോത്രം, യഹോവ എനിക്ക് തുണയായിരുന്നു. എന്തൊരു സന്തോഷം, എന്തൊരു ധൈര്യം. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവരെന്നെ ആക്രമിച്ചു, യഹോവ എനിക്ക് തുണയായിരുന്നു. ഇങ്ങനെയൊന്ന് വിശ്വസിക്കാൻ എന്തേ കഴിയാത്ത? വിശ്വാസത്തിൽ വന്ന് വചനം പറഞ്ഞ് നടന്ന ശക്തന്മാരായ ആളുകൾക്ക് ഒരു കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റാതെ വരുന്നു. അവർക്ക് വചനമൊന്നും അവർക്കിട്ട് ഏൽക്കുന്നില്ല. എനിക്കറിയാം അങ്ങനെയുള്ളവരെ. ഞാൻ അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് വചനമേ വേണ്ട. അവൻ മറ്റവൻ ഇങ്ങനെ അവരുടെ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എൻ്റെ ദൈവമേ, ഇതിൽ നിന്ന് വിടുവിക്കണേ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, കർത്താവ് നിങ്ങൾക്ക് തുണയായിരിക്കും. ഗോഡ് ബ്ലസ് യു.